റഷ്യ വീണ്ടും പിടിമുറുക്കുകയാണ് അഫ്ഗാനെതിരെ. അഫ്ഗാനിസ്ഥാനിൽ ഈ 30 വർഷങ്ങൾക്ക് ശേഷം റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പുതിയൊരു വ്യാപാര ബന്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് താലിബാനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുകയാണ് റഷ്യ എന്നുള്ളതാണ്. ഇന്ത്യയും താലിബാനുമായിട്ടുള്ള ബന്ധം, നയതന്ത്ര ബന്ധം അടക്കം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് റഷ്യയും ഇവരുമായിട്ട്, താലിബാനുമായിട്ട്, അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് എത്തുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യയിലെത്തിയ അഫ്ഗാനിസ്ഥാൻ വ്യാപാര ട്രക്കുകൾ എത്തുന്നതും വ്യാപാര കരാറുകൾ നടപ്പിലാക്കുന്നതും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ, തുർക്കി അടക്കമുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്താണ് റഷ്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പുതിയ വ്യാപാര ബന്ധത്തിന്റെ തുടക്കമായിട്ട് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ കൃഷി മന്ത്രാലയം 25 ടൺ മാതള നാരങ്ങകൾ അടക്കമുള്ള സാധനങ്ങൾ റോഡ് മാർഗം റഷ്യയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത്. ആദ്യമായിട്ടുള്ള വ്യാപാര കരാറുകൾ, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വ്യാപാര കരാറിലേക്ക് താലിബാനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവരുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. അത് കൊണ്ടുവരുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ ആ ഒരു ബന്ധം എന്ന് പറയപ്പെടുന്നത്, നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുള്ള ഈ താലിബാന്റെ യുദ്ധം എന്ന് പറയപ്പെടുന്നത്, കരയുദ്ധത്തിൽ താലിബാനെ തകർക്കാൻ പാകിസ്ഥാന് കഴിയില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതേസമയം ഈ വ്യാമയുദ്ധം നടക്കുമ്പോൾ, ഈ എയർഫോഴ്സുകളുടെ യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വിജയിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം അവരുടെ കയ്യിൽ നൂതനമായിട്ടുള്ള, ആധുനികമായിട്ടുള്ള പലതരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അടക്കമുണ്ട്. എന്നാൽ താലിബാന് അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അടക്കമില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു വ്യാപാര കരാറും നയതന്ത്ര ബന്ധവും ഒക്കെ പുതുക്കിയ സാഹചര്യത്തിലും ഇനി അങ്ങോട്ട് റഷ്യയുമായിട്ട് നടക്കുന്ന ഈ വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ താലിബാൻ കുറച്ചുകൂടി ശക്തി പ്രാപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കുറച്ചുകൂടി ഈ യുദ്ധവിമാനങ്ങളടക്കം ലഭിക്കാൻ പോകുന്നു, ആയുധങ്ങളടക്കം അവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. അങ്ങനെ രണ്ട് ശക്തികളുമായിട്ടാണ് അവർ ഇപ്പോൾ ആ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. അതൊന്ന് ഇന്ത്യയുമായിട്ടാണ്, മറ്റൊന്ന് റഷ്യയുമായിട്ടാണ്. ഇത് പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പടിഞ്ഞാറൻ ഹെറാത്ത് പ്രവിശ്യയിലെ ടോർഗുണ്ടി തുറമുഖം വഴി അഫ്ഗാനിസ്ഥാൻ ആദ്യമായിട്ട് റഷ്യയിലേക്ക് പുതുതായിട്ട് ഈ കയറ്റുമതികൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വ്യാപാര കരാർ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഫ്ഗാനിസ്ഥാൻ്റെ പല മേഖലകളിൽ നിന്നും റഷ്യയിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഒരു വ്യാപാര കരാർ സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് അവർക്ക് ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സും ഏത് തരത്തിലുള്ള വ്യവസായവും വ്യാപാരവും നടത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകത ഉള്ളൂ. അപ്പോൾ ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് തന്നെ ഇവരുമായിട്ടുള്ള ദീർഘകാലമായിട്ട് റഷ്യൻ ഇറക്കുമതിക്കാരുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം സ്ഥാപിച്ചെടുക്കുക, ആ വാണിജ്യ ബന്ധത്തിലൂടെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക, ഒപ്പം തന്നെ വ്യാപാര കരാറുകൾ, ആയുധ കരാറുകൾ അടക്കമുള്ളവ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം താലിബാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ സംരംഭത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഇതാണ്. ഇനി ഇത് മാത്രമല്ല, ഏകദേശം $25,000 വിലമതിക്കുന്ന ഈ റഷ്യൻ വിപണിയിലെ ആവശ്യകതകൾ അടങ്ങുന്ന ഈ പൈലറ്റ് കയറ്റുമതി എന്ന് പറയപ്പെടുന്നതിൽ ലോജിസ്റ്റിക്കൽ സാധ്യത എന്ന് പറയപ്പെടുന്നത് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് മന്ത്രാലയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ താലിബാനുമായിട്ടുള്ള കൂട്ടുകച്ചവട സാധ്യത അത് എത്രത്തോളം ഉണ്ട് എന്നും ആ സാധ്യതയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് റഷ്യൻ സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഫ്ഗാനിസ്ഥാൻ സർക്കാരുമായിട്ട് അത്തരത്തിലുള്ള വ്യാപാര കരാറിലേക്ക് എത്തപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പഴയ കയറ്റുമതി വൈദഗ്ധ്യം, അല്ലെങ്കിൽ ആ വൈവിധ്യവൽക്കരിക്കപ്പെടുന്ന തരത്തിലുള്ള അവരുടെ വ്യാപാര ഇടനാഴികളടക്കം തുറന്നു കൊടുക്കുന്നതിനും അത് തുറക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഈ വ്യാപാര കരാർ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ തുറമുഖത്തു നിന്ന് അഫ്ഗാനിസ്ഥാന്റെ തുറമുഖത്ത് നിന്ന് റഷ്യൻ തുറമുഖത്തേക്ക് എത്തിക്കപ്പെടുന്ന ആദ്യത്തെ കപ്പലിന്റെ യാത്ര എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ഈ മാതള നാരങ്ങളാണ് ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയതെങ്കിൽ കൂടിയും ഈ വിളവെടുപ്പ് കാലമായതോടുകൂടി തന്നെ, വിളവെടുപ്പ് സീസണിന്റെ അവസാനത്തോടു കൂടി ഏകദേശം 250 ടൺ കാണ്ഡഹാർ മാതള നാരങ്ങൾ അടക്കം റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു വാണിജ്യ അതിർത്തി അത് അടച്ചതിനെ തുടർന്നാണ് റഷ്യയിലേക്ക് വ്യാപാര കയറ്റുമതി ആരംഭിക്കുവാൻ താലിബാൻ ഭരണകൂടം വീണ്ടും തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിഴലായി പ്രവർത്തിക്കുകയാണ് താലിബാൻ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമുക്കറിയാം
ഇസ്താംബുളിൽ 4 ദിവസങ്ങളിലായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പോലും താലിബാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പാകിസ്ഥാൻ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് താലിബാൻ ഇന്ത്യയുടെ പാവയാണ് എന്നും ഇന്ത്യ താലിബാനെ ഉപയോഗിച്ച് നിഴലുദ്ധം നടത്തുകയാണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫിന്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. അതായത് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലൊക്കെയും വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുവാൻ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം എന്ന് പറയപ്പെടുന്നതിന്. അതായത് കാബൂളിലെ സർക്കാരിലേക്ക് ഇന്ത്യ നുഴഞ്ഞു കയറുന്നു. ആ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ട് ന്യൂഡൽഹി അഫ്ഗാനിസ്ഥാനുടെ ഒരു നിഴൽ യുദ്ധം ഇവർ ആരംഭിച്ചിരിക്കുന്നു. അതിൽ യാതൊരു സംശയമില്ലാത്ത വണ്ണം തന്നെയാണ് ഇന്ത്യയുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ താലിബാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ വരുതിയിലാക്കുവാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ മനസ്സിലാക്കണ്ടേ, ഈ താലിബാന്റെ ഒന്നും ആവശ്യം ഇന്ത്യക്കില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ ഖ്വാജ ആസിഫ് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ തുടർച്ചയായിട്ട് നിലപാടുകൾ മാറ്റി മറിയുന്നതിനാൽ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തുർക്കിയിൽ നടന്ന ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾ. അതായത് 4 ദിവസമായിട്ടുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ അതിർത്തിക്ക് അപ്പുറത്തുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന തീവ്രവാദികൾക്ക് താലിബാൻ അഭയം നൽകുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാദം. അപ്പോൾ ഇവിടെ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ അഫ്ഗാൻ പ്രദേശം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തുർക്കിയിൽ നടന്ന ചർച്ചയിൽ ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കണമല്ലോ. ആ സമാധാന കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 ദിവസമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. പക്ഷെ ആ കരാറിലേക്ക് അടുക്കുമ്പോഴെല്ലാം ചർച്ചക്കാർ പറയുന്നത്, തുർക്കിയിൽ നടന്ന ഒരു കരാറിൽ അടുക്കുമ്പോഴെല്ലാം ഇവർ പറയുന്നത് ആ ചർച്ചകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ആ ചർച്ചകൾക്ക് പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണ വിരാമം ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് അവിടെ നിന്നും വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഓരോ തവണയും കരാർ പിൻവലിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. പകരം താലിബാൻ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. ഈ താലിബാൻ എന്തുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ മാറ്റം വരുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. താലിബാൻ ഇന്ത്യയുടെ പാവയാണ് എന്ന് ഖ്വാജ ആസിഫ് പറയുവാനുള്ള കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത്, ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിച്ചെടുത്തുള്ള താലിബാൻ, ആ താലിബാന്റെ ഇപ്പോഴത്തെ ആക്രമണ പരമ്പര പാകിസ്ഥാനിലോട്ടായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സഹായം അതിനകത്ത് ലഭിക്കുന്നുണ്ട് എന്ന് വല്ലാതെ സംശയിക്കുന്നുണ്ട് ഈ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള റഷ്യയുടെ ഇടപെടൽ കൂടിയാകുമ്പോഴോ, റഷ്യ കൂടി താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇനി പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യമുണ്ടോ? പാകിസ്ഥാൻ എത്രയൊക്കെ പ്രതിരോധം തീർത്താലും ഇന്ത്യയുടെ മുന്നിലെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയെപ്പോലെ തന്നെയുള്ള ഒരു ശക്തി രാഷ്ട്രമാണ് റഷ്യ എന്ന് പറയപ്പെടുന്നത്. റഷ്യയുടെയും ഇന്ത്യയുടെയും കരുത്തിന് മുന്നിൽ തകർന്നു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴത്തെ നിലയിൽ അഫ്ഗാനിസ്ഥാനെ തകർത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള ആധുനിക ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് പോലും ഒരിക്കലും അവരെ തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തകർക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ യുദ്ധങ്ങളിലൊക്കെ അവർ തകർന്ന് തരിപ്പണമാകേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കരയുദ്ധത്തിൽ അവരെ തകർക്കാൻ പാകിസ്ഥാന് കഴിയില്ല, പക്ഷേ വ്യോമയുദ്ധത്തിൽ അവരെ തകർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആധുനികമായിട്ടുള്ള വ്യോമയുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇനി അത്തരത്തിലുള്ള കരാറുകളിലേക്കായിരിക്കും താലിബാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റഷ്യയുമായിട്ടായിരിക്കാം, ഫ്രാൻസുമായിട്ടായിരിക്കാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള സമീപനങ്ങളും താലിബാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സ്വീകരിക്കും. കാരണം ഈ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളടക്കം ഏത് തരത്തിലാണ് പാകിസ്ഥാനിൽ തീ കൊളുത്തിയിട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ 4 മണിക്കൂർ കൊണ്ട് അവിടെ വിജയക്കൊടി പാടിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മുടെ എയർഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളത് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യമാണ്. അത്തരത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന അടക്കമുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. ഇവിടെ താലിബാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും വ്യാപാര കരാറുകൾ ഉണ്ടാക്കുകയും ആയുധ കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ താലിബാന് ഏത് സ്ഥിതിയിലും ഏത് അവസ്ഥയിലും അവരെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറും. മാത്രമല്ല റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ വ്യാപാര കരാറുകളിൽ ആയുധ കരാറുകൾ അടക്കമുണ്ടാവുകയും അഫ്ഗാനിസ്ഥാന് സംരക്ഷണമേകുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ വലിയൊരു മൗനമായിട്ടുള്ള അനുവാദം അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ ഇന്ത്യയും റഷ്യയും വളരെ കൃത്യമായിട്ടും അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി താലിബാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം താലിബാനെ സംരക്ഷിക്കുന്നത് റഷ്യയും ഇന്ത്യയും പോലുള്ള വൻ ശക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി ഒരു യുദ്ധത്തിന് പോലും മിനക്കളില്ല. എത്രയും പെട്ടെന്ന് സമാധാന കരാർ ഉണ്ടാക്കി പിൻവാങ്ങുക എന്നത് മാത്രമാണ് അവരുടെ മുമ്പിലെ പോംവഴി എന്ന് പറഞ്ഞാൽ. ഇല്ലാതെ ഇനിയും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയോ
താലിബാനെതിരെ പ്രകോപനമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ ചെയ്താൽ പിന്നെ പൊടി പോലും കാണില്ല പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിലും സംശയമേ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.